അമേസിംഗ് കുക്കിംഗ്. ഞാൻ Manjusree. എല്ലാവർക്കും സുഖല്ലേ? വീട്ടിൽ തന്നെ പനീർ എങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പനീർ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ലെന്ന്. നമുക്ക് എല്ലാവർക്കും തന്നെ പനീർ ഇഷ്ടമാണ്. നമ്മൾ കഴിക്കാറുണ്ട്, വീട്ടിലുണ്ടാക്കാറുണ്ട്. പനീർ ബട്ടർ മസാല, കടായി പനീർ, പനീർ മസാല, പനീർ റോൾസ്, പനീർ റൈസ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പനീർ വെച്ച് ചെയ്തെടുക്കാറുണ്ട്. ഇതിനൊക്കെ നമ്മൾ പക്ഷേ പനീർ ഷോപ്പിൽ നിന്നല്ലേ വാങ്ങാറ്. അപ്പോൾ ഈസി ആയിട്ട് പനീർ എങ്ങനെയാണ് വീട്ടിൽ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട പല കുക്കിംഗ് ടിപ്സ് നിങ്ങൾക്ക് മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം. പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ഫുൾ ക്രീം മിൽക്ക് വെച്ചിട്ടാണ് പനീർ ഉണ്ടാക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി പനീർ കിട്ടുകയുള്ളൂ. പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ്. 5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. നാരങ്ങ നന്നായി പിഴിഞ്ഞെടുത്ത ശേഷം അതിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇതിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗർ യൂസ് ചെയ്യാം. പക്ഷേ നാരങ്ങ നീര് ചേർത്ത് ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പനീർ ഉണ്ടാക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് പാൽ കാച്ചിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെരുവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ പാൽ കാച്ചുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കാച്ചുകയാണെങ്കിൽ പാൽ ബോയിലായി കഴിയുമ്പോൾ ഈ സൈഡ് വശങ്ങളിലും അടിവശങ്ങളിലും ഒക്കെ പറ്റി ഒരുപാട് പാൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്ന നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള 4 പാക്കറ്റ് ഫുൾ ക്രീം മിൽക്കിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഞാൻ കാച്ചിയെടുക്കുകയാണ്. ഗ്യാസ് നമുക്ക് ഓൺ ചെയ്യാം. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് എന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പാട കെട്ടിപ്പോവും. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മേലേക്ക് കാണുന്നതൊക്കെ പാലിൻ്റെ പതയാണ്. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ ആ പത പൊങ്ങി വരുന്നില്ല, അതാണ് ഈ കാണുന്നത്. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മേലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് മാത്രമാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുള്ളൂ. അഥവാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പനീർ ഒരിക്കലും സോഫ്റ്റ് ആയിട്ടിരിക്കില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് താത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിതിലേക്ക് നാരങ്ങ നീര് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് ഡൈല്യൂട്ട് ചെയ്തെടുത്ത നാരങ്ങ നീരല്ല, ഡയറക്റ്റ് ഞാൻ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് ചേർത്ത ഉടനെ തന്നെ ഇത് നാരങ്ങ നീര് പാലുമായിട്ട് വറുക്കാവില്ല. കുറച്ച് സമയം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന നാരങ്ങ നീരിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് കൂടുതൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ട ചെറിയ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. പാലിന് എന്തൊക്കെയോ ഫോർമേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. വെള്ളം പാലും ഒക്കെ രണ്ടായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ക്രീം വേറെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഗ്യാസ് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന പനീർ സോഫ്റ്റ് ആവില്ല. അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെരുവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് ഈ അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു കോട്ടൺ തുണിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു നല്ല തോർത്താണ്. ഇത് നന്നായിട്ട് വിരിച്ചു കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ ഷോൾ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏത് കോട്ടൺ തുണിയും നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കതിലേക്ക് ഒഴിച്ച് ഈ പാൽ അരിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം വേറെയായി വന്നിട്ടുണ്ട്. ഇതാ ക്രീം മാത്രമാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ ഒരു പുളിപ്പ് രസം ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാട്ടർ ചേർത്ത് കൊടുക്കുന്നത്.
ഞാൻ സാധാരണ എപ്പോഴും ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ തോർത്തിൻ്റെ തന്നെ സൈഡ് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് പതിവ്. അല്ലെങ്കിൽ ഷോളാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഷോളിൻ്റെ സൈഡ് വശം വെച്ചിട്ട് ടൈറ്റായിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്ത് പോകുന്ന രീതിയിൽ ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഓവർനൈറ്റ് എവിടെയെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു കംഫർട്ടബിളായ ഒരു കോർണറിൽ ഒന്ന് തൂക്കിയിട്ടാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ കെട്ടി വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പനീറിൻ്റെ ഷേപ്പും ഇതേപോലെ ഒരു റൗണ്ട് ആയിരിക്കും. പിന്നെ നമ്മളതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനത്തെ ഷേപ്പല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഷേപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇതേപോലത്തെ ഒരു സ്ട്രെയിനർ എടുക്കുക, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉള്ള ഒരു സ്ട്രെയിനർ എടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ പനീർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റോ എന്തെങ്കിലും, ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഒരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ ആ ഹെവിനെസ് കൊണ്ട് താഴെയുള്ള പനീർ നന്നായിട്ട് കംപ്രസ് ആയിട്ട് അതിൻ്റെ വെള്ളം മുഴുവനും സ്ട്രെയിൻ ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് നമുക്ക് ഓവർനൈറ്റ് വെച്ച് കൊടുത്താൽ എപ്പോഴും നല്ലതായിരിക്കും. പനീറിന് കൂടുതൽ ടേസ്റ്റ് സോഫ്റ്റ്നെസ്സും കിട്ടണമെങ്കിൽ ഓവർനൈറ്റ് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും പനീർ സെറ്റാകാൻ തുടങ്ങിയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് കിച്ചണിൽ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടിട്ട് വരട്ടെ. ഓവർനൈറ്റ് ഇത് അവിടെ കിടന്നിട്ട് നാളെ രാവിലെ ആകുമ്പോൾ ഞാനിത് എടുക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര സോഫ്റ്റ് പനീർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഓവർനൈറ്റ് കഴിഞ്ഞു. നമുക്കിനി ഈ പനീറൊന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് പനീറാണ് ഇവിടെ തയ്യാറായി വന്നിട്ടുള്ളത്. ഇത് കയ്യിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ നമുക്കറിയാം വളരെ സോഫ്റ്റ്നെസ് ആണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അപ്പോഴേ നമുക്കറിയാൻ സാധിക്കുള്ളൂ ഇതിൻ്റെ അകത്ത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ഈ കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ഈസിലി ഇത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തെ ഈ ഒരു ഷേപ്പ് കണ്ടാൽ അറിയാം വളരെ ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പനീർ നല്ല ക്വാളിറ്റി ആണെങ്കിലാണ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിൽ വരികയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ചെറിയ പൊടിയായിട്ട് ക്രാക്കൊക്കെ വീണിട്ട് കാണും. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, വളരെ ക്ലീൻ ആയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പനീരെല്ലാം ഞാൻ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. ചെറിയ ചെറിയ തരിയായിട്ട് റൗണ്ട് ആയിട്ട് എനിക്കിത് പൊടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് കൊണ്ട് സോഫ്റ്റ് ആയിട്ട് പൊടിച്ചെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പനീർ ക്യൂബുകളെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. എപ്പോഴും നമ്മൾ പനീർ സൂക്ഷിക്കേണ്ടത് ഒരു എയർ ടൈറ്റ് പാത്രത്തിൽ അടച്ച് വെച്ച് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ആവശ്യത്തിന് മാത്രമുള്ള പനീർ എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.